PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചും തുക നിലവിൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഗഡു കൃത്യമായി എത്തിച്ചേരാൻ എല്ലാവരും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. PM കിസാൻ സംബന്ധിച്ച എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ജനങ്ങൾക്കായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കിസാൻ സമ്മാൻ യോജന. PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ 6000 രൂപയാണ് പ്രതിവർഷം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവിന് ഇപ്പോൾ സാധ്യതയില്ല. കാരണം PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കാൻ 2024 ഡിസംബറിൽ ഒരു കമ്മിറ്റി പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇത് കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. നിലവിൽ തുക വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് പദ്ധതിയൊന്നും ഇല്ല എന്നാണ് കൃഷി സഹമന്ത്രി രാംനാഥ് താക്കൂർ വ്യക്തമാക്കിയത്. അതേസമയം പ്രതിവർഷം 6000 രൂപ നൽകുന്നത് തുടരും. ഇനി ഫെബ്രുവരി 1-നാണ് ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കുക. ഫെബ്രുവരി 1-ന് കേന്ദ്ര ബജറ്റിൽ PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി മറ്റൊരു അറിയിപ്പുള്ളത്, കർഷക രജിസ്ട്രേഷൻ നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയിട്ടില്ല. നിലവിൽ 14 സംസ്ഥാനങ്ങളിലാണ് ഫാർമർ ID നിർബന്ധമാക്കിയിട്ടുള്ളത്. ഈ സംസ്ഥാനങ്ങളിൽ PM കിസാൻ സമ്മാൻ നിധിയുടെ തുടർന്നുള്ള ഗഡുക്കൾ ലഭിക്കാനും അതുപോലെ പുതിയ അപേക്ഷ നൽകുന്നവർക്കും കർഷക ID നിർബന്ധമാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഫാർമർ ID ഇല്ലാത്ത കർഷകർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കും. ഇനി PM കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം നേരിട്ട് എത്തിച്ചേരുന്നത്. ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കുക. PM കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും ശരിയാണോ എന്ന് 2 തവണ പരിശോധിക്കേണ്ടതാണ്. തെറ്റായ വിവരങ്ങളാണ് ഉള്ളതെങ്കിൽ തുക ലഭിക്കാതിരിക്കാം. അതുപോലെ തന്നെ വ്യക്തിഗതമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ പേര്, വിലാസം, മറ്റ് വിശദാംശങ്ങൾ എന്നിവ കൃത്യമാണെന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനായി PM കിസാൻ സമ്മാൻ നിധിയിലെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ eKYC പൂർത്തിയാക്കുക. eKYC അപ്ഡേറ്റ് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. PM കിസാൻ പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചില്ലെങ്കിലും തുക ലഭിക്കാതിരിക്കാം. അതുപോലെ തന്നെ ഭൂരേഖകളുടെ പരിശോധന, അതായത് ലാൻഡ് സീഡിങ്ങും ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഡിസംബർ 31-നുള്ളിൽ തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം PM കിസാൻ സമ്മാൻ നിധിയുടെ 2026-ലെ വിതരണം ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുമെന്നാണ്. അതായത് 22ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഫെബ്രുവരി മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.